സോ ഈ വീക്കിൽ തുടങ്ങിയ പ്രീമിയർ ലീഗിൽ ആർസണലായിട്ട് യുണൈറ്റഡിന്റെ ഏറ്റവും ഫസ്റ്റ് ഗെയിം കണ്ട ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി. അത് കഴിഞ്ഞ് ഞാൻ കുറെ റാന്റ് ചെയ്തു. അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. അത് സെൻട്രൽ മിഡ്ഫീൽഡ് കളിക്കാനുള്ള ഡിസിപ്ലിൻ ബ്രൂണോനില്ല. അത് കഴിഞ്ഞ് ഞാൻ കാം ഡൗൺ ആയി. പിന്നെ ഈ ഗെയിമിനെ കുറിച്ച് ഞാൻ കുറെ ഇരുന്ന് ചിന്തിച്ചു. ഈ ഗെയിമിന് എനിക്ക് മനസ്സിലായ 5 പോയിന്റ്സ് ആണ് ഇത് വാച്ച് ചെയ്യേണ്ടപ്പം സബ്സ്ക്രൈബ്. ഒരു പുതിയ ഗോൾ കീപ്പർ. കളി കണ്ട ഓൾമോസ്റ്റ് എല്ലാവരും അഗ്രി ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും ഇത്. ഈ മാച്ച് ആക്ച്വലി യുണൈറ്റഡ് ഡോമിനേറ്റ് ചെയ്തു. എക്സ്പെക്ടഡ് ഗോൾസിന്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിന്റെ പെർഫോമൻസ് വെച്ച് യുണൈറ്റഡ് സ്കോർ ചെയ്യേണ്ട ഗോൾസ് 1.35 ആയിരുന്നു. ആൻഡ് ആർസണലിന്റെ XGO 0.29. ഇത്രയൊക്കെ ഡോമിനേറ്റ് ചെയ്തിട്ടും ആർസണൽ ഈ കളി 1-0 ജയിച്ചു. അതും ഒരു ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്ക് ചെയ്യുന്ന. ഒരു കളി ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സില്ലി ഗോൾസ് കൺസീഡ് ചെയ്യണത് കഴിഞ്ഞ സീസണും യുണൈറ്റഡിന്റെ ഒരു പാറ്റേൺ ആയിരുന്നു. യുണൈറ്റഡിന്റെ മാനേജ്മെന്റും അമോറിമും അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണിത്. ഇതിന്റെ സൊല്യൂഷൻ വേണമെങ്കിൽ യുണൈറ്റഡിന് ബെൽജിയം ലീഗിൽ നിന്ന് കിട്ടും. റോയൽ ആന്റ്വേർപ്പിന്റെ ഗോൾ കീപ്പറായ ലേമൻസ്. കഴിഞ്ഞ സീസൺ ആന്റ്വേർപ്പിന്റെ പ്ലെയർ ഓഫ് ദ സീസൺ ആയിരുന്നു ലേമൻസ്. സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിലും ലേമൻസിന്റെ സേവ് പെർസെന്റേജ് 80% മുകളിലാണ്. ഇതിന്റെ ഒപ്പം ബോക്സിലേക്ക് വരുന്ന ക്രോസും ലേമൻസ് ഈസി ആയിട്ട് ഡീൽ ചെയ്യും. അമോറിന്റെ സിസ്റ്റത്തിൽ കളിക്കുന്ന ഗോൾ കീപ്പറിന് എഡർസനെയോ ആലിസനെയോ പോലെ അത്രയ്ക്കും ബോൾ പ്ലേയിങ് എബിലിറ്റി വേണമെന്നില്ല. അതുകൊണ്ട് ഡൊണറൂമ ഒരു ഐഡിയൽ സൊല്യൂഷൻ ആണ്. PSG ഡൊണറൂമേനെ വേണ്ടാന്ന് ലൂയിസ് എൻറിക്കെ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തു. അതുകൊണ്ട് യുണൈറ്റഡ് ഡൊണറൂമേനെ അത്ര ഒരു ഹ്യൂജ് ട്രാൻസ്ഫർ ഫീ കൊടുക്കാണ്ട് സൈൻ ചെയ്യാൻ പറ്റും. ഡൊണറൂമേനെ സൈൻ ചെയ്യാൻ അത്രയ്ക്കും വലിയൊരു ട്രാൻസ്ഫർ ഫീ ഇല്ലെങ്കിലും പുള്ളിയുടെ സാലറി ഡിമാൻഡ്സ് അത്യാവശ്യം ഹൈ ആണ്. ആൻഡ് ക്ലബിന്റെ സാലറിയും വേജ് സ്ട്രക്ചറും കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ഈനിയോസ് ഡൊണറൂമ പറയണ സാലറി ഡിമാൻഡ്സ് അഗ്രി ചെയ്യുമെന്ന് ഭയങ്കര ഡൗട്ടാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഏറ്റവും റിയലിസ്റ്റിക് ഓപ്ഷൻ ലേമൻസ് തന്നെയാണ്. സെക്കൻഡ് പോയിന്റ്, അമോറിന്റെ പ്ലേയിങ് സ്റ്റൈല് പ്രീമിയർ ലീഗിൽ വർക്ക് ചെയ്യും. കഴിഞ്ഞ സീസൺ ഒട്ടുമിക്ക എല്ലാ യുണൈറ്റഡ് ഫാൻസിനും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് അമോറിന്റെ 3-4-2-1 ഫോർമേഷനും അമോറിന്റെ പ്ലേയിങ് സ്റ്റൈലും പ്രീമിയർ ലീഗിൽ വർക്ക് ചെയ്യുമെന്ന്. പ്രീ സീസൺ ഫ്രണ്ട്ലീസിലും ആർസണലുള്ള ഫസ്റ്റ് ഗെയിമിലും വേണമെങ്കിൽ അമോറിന്റെ ഈ സിസ്റ്റം വെച്ച് തന്നെ പ്രീമിയർ ലീഗിൽ കളിക്കാൻ പറ്റും എന്ന് മനസ്സിലായി. നൗ എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് അമോറിന്റെ ഐഡിയാസും യുണൈറ്റഡിന്റെ പ്ലേയേഴ്സുമായിട്ട് 100% സിങ്ക് എത്തിയിട്ടില്ലെന്ന്. ആൻഡ് ആർസണലിന്റെ ഈ കളിയിൽ ഈ സിസ്റ്റം എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഗ്ലിംസ് മാത്രമാണ് നമ്മൾ കണ്ടത്. ആർസണൽ അവരുടെ ട്രഡീഷണൽ 4-3-3 ഫോർമേഷൻ വെച്ചാണ് കളിച്ചത്. ആൻഡ് ഓൾദോ യുണൈറ്റഡിന്റെ ഫോർമേഷൻ 3-4-2-1 ആയിരുന്നെങ്കിലും കളി ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഇതിന് കുറെ ചേഞ്ചസ് ഉണ്ടായിരുന്നു. വൈഡ് സെന്റർ ബാക്സ് ആയ യോറോയും ലൂക്ഷോയും മാത്രമാണ് ബായന്റെയായിട്ട് ആയിരുന്നു പാസ് റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിട്ട് നിന്നത്. സെൻട്രൽ സെന്റർ ബാക്ക് ആയ മത്തായസ് ഡെലിറ്റ് മിഡ്ഫീൽഡിലേക്ക് മൂവ് ചെയ്തു കസിമീറോനെ പാർട്ണർ ചെയ്യാൻ. ആൻഡ് ഇത് കാരണം ബ്രൂണോ ഫെർണാണ്ടസ് പിച്ചിന്റെ ഒരു ഹയർ എൻഡിലേക്ക് മൂവ് ചെയ്തു. വിങ് ബാക്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഡോർഗും ഡലോട്ടും ഇതുപോലെ തന്നെ പിച്ചിന്റെ ഹയർ എൻഡിലാണ് കളിച്ചത്. ആൻഡ് ഈ ടാറ്റിക്സ് സൂപ്പർ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ബക്കയോസാക്കിയും മാർട്ടിനെലിയും വൈഡ് സെന്റർ ബാക്സിനെയും വിങ് ബാക്സിനെയും ഫോക്കസ് ചെയ്തു. ഓഡഗാർഡ് ഡിലിറ്റിനെ മാർക്ക് ചെയ്തു. ആൻഡ് ഡെക്ലാൻ റൈസ് കസിമീറോനെ മാർക്ക് ചെയ്തു. മത്താസ് കൂനിയ അറ്റാക്ക് ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്യണേ കൊണ്ട് ബ്രൂണോനും കൂനിയയ്ക്കും സുബിമെന്റി ആയിട്ട് ഒരു 2v1 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. യോറോനും ലൂക്ഷോനും ബോൾ ക്യാരി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവർ തിരിച്ച് ബായന്റിയറിന് പാസ് ചെയ്യും. ആൻഡ് ബായന്റിയർ ഡിലിറ്റിനെയും കസിമീറോനെയും ബൈപാസ് ചെയ്ത് ബ്രൂണോന്റെയോ കൂനിയയോ അടുത്തേക്ക് പാസ് പ്ലേ ചെയ്യും. ആൻഡ് സുബിമെന്റിക്ക് രണ്ടുപേരെയും ഒരേ സമയത്ത് മാർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് യുണൈറ്റഡിന് ആർസണലിന്റെ ഡിഫൻസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ മാൻ അഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ കഴിഞ്ഞ സീസൺ യുണൈറ്റഡിന്റെ കളിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഈ പ്ലേയിങ് സ്റ്റൈല് എഫക്റ്റീവായിട്ട് കളിക്കാൻ വേണ്ടിയാണ് യുണൈറ്റഡ് ട്രാൻസ്ഫർ വിൻഡോയുടെ ഏറ്റവും സ്റ്റാർട്ടിങ് തന്നെ മത്തായസ് കൂനിയനെ സൈൻ ചെയ്തത്. നമ്പർ 3, അമോറിം മത്തായസ് ഡെലിറ്റിനെയാണ് പ്രിഫർ ചെയ്യണത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ ഏറ്റവും കൂടുതൽ ഗോൾസ് കൺസീഡ് ചെയ്ത സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസൺ. എന്നിട്ടും ഈ ട്രാൻസ്ഫർ വിൻഡോയില് അമോറിം ഒരു പുതിയ സെന്റർ ബാക്കിനെ മേടിച്ചിട്ടില്ല. ആൻഡ് ഇതിന്റെ കാരണം അമോറിമിന് ഡെലിറ്റിലുള്ള കോൺഫിഡൻസ് ആണ്. ഡിഫൻസീവ്ലി നോക്കുവാണെങ്കിൽ ഡെലിറ്റ് ഈ ഗെയിമിൽ എക്സലന്റ് ആയിരുന്നു. ഗോയ്ക്രേഷിന്റെ ഫിസിക്കാലിറ്റി യുണൈറ്റഡിന്റെ ഡിഫൻസിന് ഒരു പ്രശ്നമാവുന്ന കളിയുടെ മുമ്പ് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഡെലിറ്റ് ഗോയ്ക്രേഷിനെ ഈസി ആയിട്ട് ഡീൽ ചെയ്തു. എന്തുകൊണ്ടാണ് മത്തായസ് ഡെലിറ്റിനെ പോലത്തെ ഒരു പ്ലെയർ അമോറിന്റെ ഈ പ്ലേയിങ് സ്റ്റൈലില് ഇത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആവാൻ കാരണം? നമുക്ക് നോക്കാം. യുണൈറ്റഡിന്റെ ഈ ബിൽഡപ്പില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്തായസ് ഡിലിറ്റ് മിഡ്ഫീൽഡിലേക്ക് പുഷ് ചെയ്യും കസിമീറോനെ പാർട്ണർ ചെയ്യാൻ. ഡിലിറ്റിന് ബോൾ കിട്ടിയപ്പോൾ തന്നെ
ആർസണൽ പ്ലേയേഴ്സ് പ്രഷർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഡെലിറ്റ് ഈ മൂമെന്റ്സിൽ ഭയങ്കര ക്വിക്കായിരുന്നു. ഡെലിറ്റ് അപ്പം തന്നെ ലെനെ യൂറോന് ഒരു ക്വിക്ക് പാസ് ചെയ്യും. ആൻഡ് ആർസണലിന്റെ പ്ലേയേഴ്സ് പ്രഷർ ചെയ്ത് ഡെലിറ്റിനായതുകൊണ്ട് യൂറോന് ബോള് പ്രോഗ്രസ് ചെയ്ത് മുമ്പിലേക്ക് പോകാൻ കുറേ സ്പേസ് ഉണ്ടായി. ആൻഡ് ഡെലിറ്റിന്റെ മൂവ്മെന്റ്സും പാസിംഗ് എബിലിറ്റിയും കാരണമാണ് ഒരു ഡിഫൻഡർ മിഡ്ഫീൽഡിലേക്ക് പുഷ് ചെയ്യണ അമോറിന്റെ ഈ സിസ്റ്റം വർക്ക് ചെയ്യണത്. 3 at the back കളിക്കുമ്പോൾ ഹാരി മഗ്വയർ നല്ലൊരു ഡിഫൻഡർ ആണെങ്കിലും ഓപ്പോസിറ്റ് പ്ലേയേഴ്സ് പ്രസ് ചെയ്യുമ്പോൾ മഗ്വയറിന് ആ പ്രസ് ബ്രേക്ക് ചെയ്യാൻ ഡിലിറ്റിന്റെ അത്രയും സ്കിൽസ് ഇല്ല. കഴിഞ്ഞ സീസണിലെ പോലെ ഇഞ്ചുറീസ് ഒന്നും വരാണ്ടിരുന്നാൽ ഡിലിറ്റ് ഈ സീസൺ യുണൈറ്റഡിന്റെ ഒരു ടോപ്പ് പ്ലെയർ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കുറെ പേർക്ക് അറിയാവുന്ന പോലെ ഫ്രൈഡ് ഫുട്ബോളിന്റെ ഫാന്റസി പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ FPL ഗ്രൂപ്പ് ഈ സീസണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗെയിം വീക്ക് 1 കഴിഞ്ഞപ്പോൾ ഇൻവിൻസിബിൾസ് എന്ന സ്ക്വാഡ് നെയിം ഉള്ള ബിമൽ ബാലയാണ് നമ്പർ 1, 86 പോയിന്റ്. ഹാളൻഡിനെയും ക്രിസ് വുഡിനെയും ടീമിൽ കയറ്റിയത് ഒരു നല്ല ഡിസിഷൻ ആണെങ്കിലും ഫസ്റ്റ് വീക്ക് തന്നെ ബെഞ്ച് ബൂസ്റ്റ് കളിക്കാനുള്ള ആ മനസ്സാണ് നമ്മൾ കാണുന്നത്. ബെഞ്ചില് സാഞ്ചേസ്, സലീബ, ചെർക്കി, ആ പോയിന്റ്സ് എല്ലാം കണ്ടില്ലേ? ആഹാ. സോ കണ്ടോണ്ടിരിക്കാൻ നിങ്ങൾക്കും ഈ FPL ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതാണ് കോഡ്. ഓൾസോ എൻട്രി ടോട്ടലി ഫ്രീ ആണ്. ആൻഡ് സീസൺ ഫുള്ളും കഴിഞ്ഞ് ഈ ഗ്രൂപ്പിലെ വിന്നറിന് ക്യാഷ് പ്രൈസും ഉണ്ട്. അധികം റിച്ച് ഒന്നും അല്ലാത്ത കൊണ്ട് ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5000 രൂപ ഉള്ളൂ കേട്ടോ. എനിവേസ്, ബാക്ക് ടു ദ വീഡിയോ. നമ്പർ 4, വിങ് പ്ലേ. ആർസണലായിട്ടുള്ള ഈ ഗെയിമില് യുണൈറ്റഡിന് വിത്ത് ഓഫർ ചെയ്ത 2 പ്ലേയേഴ്സ് ആണ്. ലെഫ്റ്റ് വിങ്ങില് പാട്രിക് ഡോർഗും റൈറ്റ് വിങ്ങില് ബ്രയൻ എംബൂമോ. ആൻഡ് ഇവർ രണ്ടുപേരും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു, എസ്പെഷ്യലി എംബോയിമോ. ഞാൻ നോട്ട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ എംബൂമോ ആണെങ്കിലും പാട്രിക് ഡോർഗു ആണെങ്കിലും വിങ്ങിയത് മിഡ്ഫീൽഡിലേക്ക് മൂവ് ചെയ്യാൻ നോക്കിയില്ല. ഇത് കാരണം യുണൈറ്റഡിന് കളി സ്ട്രെച്ച് ചെയ്യാൻ പറ്റി. ആൻഡ് ഇവർ ഓഫർ ചെയ്യണ ഈ വിഡ്ത്ത് അമോറിന്റെ പ്ലേയിങ് സ്റ്റൈലിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആർസണലിന് ബോളുള്ള ഈ സിറ്റുവേഷനിൽ ഡോർഗു യുണൈറ്റഡിനെ ഹെൽപ്പ് ചെയ്യാൻ ഡിഫെൻസീവ്ലി ഇൻവോൾവ് ആയില്ല, പകരം തന്റെ പൊസിഷനിൽ തന്നെ നിന്നു. ആൻഡ് മേസൺ മൗണ്ടും ലൂക്ക് ഷോയും കൂടെ ഡിഫെൻഡ് ചെയ്ത് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്തപ്പോൾ പാട്രിക് ഡോർഗു ഇവർക്ക് ബോൾ പ്ലേ ചെയ്യാനുള്ള ഒരു ഔട്ട്ലെറ്റ് ആയി. അപ്പുറത്തെ വിങ്ങില് എംബൂയിമോയും ഈ സെയിം സിറ്റുവേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത്. ആർസണൽ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഡിഫെൻസീവ് ഓപ്ഷൻ ആയിട്ട് റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഡിയേഗോ ഡെലോട്ടാണ്. എന്നാൽ ഫുൾഹമായിട്ടുള്ള അടുത്ത കളിയിൽ എനിക്ക് ഏതാണ്ട് 100% ഉറപ്പാണ് അമാഡ് ഡിയാലോ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോണെന്ന്. അങ്ങനെയാണെങ്കിൽ എംബൂയിമോയുടെയും ഡിയാലോയുടെയും പാർട്ണർഷിപ്പ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. 5th, മിഡ്ഫീൽഡ് ഇപ്പോഴും വീക്കാണോ? പോർച്ചുഗലില് റൂബൻ അമോറിന്റെ സ്പോർട്ടിംഗ് സൈഡ് സക്സസ്ഫുൾ ആവാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺസ് അവരുടെ മിഡ്ഫീൽഡ് ആയിരുന്നു. പോർച്ചുഗീസ് ലീഗിലെ ടീംസിന് സ്പോർട്ടിംഗ് ലിസ്ബന്റെ മിഡ്ഫീൽഡിൽ കൂടെ പാസ് ചെയ്ത് മൂവ് ചെയ്യണത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ സീസൺ അമോറിൻ യുണൈറ്റഡിൽ വന്നപ്പോൾ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡ് ഭയങ്കര വീക്കായിരുന്നു. എല്ലാ ടീംസിനും ഈസി ആയിട്ട് യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡിൽ കൂടെ 1-2 കളിച്ച് മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആർസണലിലെ ഈ ഗെയിമിലും പല സിറ്റുവേഷൻസിൽ ഞാനിത് നോട്ടീസ് ചെയ്തു. കളിയുടെ ലാസ്റ്റ് ആയപ്പോൾ കസിമീറോനെ സബ് ചെയ്ത് ഉഗാട്ടനെ കൊണ്ടുവന്നപ്പോൾ മിഡ്ഫീൽഡിന്റെ ക്വാളിറ്റി പിന്നെയും ഡ്രോപ്പായി. ഞാൻ ആദ്യം ഒരു പുതിയ ഗോൾ കീപ്പർ സൈനിങ് വേണമെന്ന് പറഞ്ഞ പോലെ ഒരു പുതിയ മിഡ്ഫീൽഡറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. യുണൈറ്റഡിന്റെ നമ്പർ 1 ചോയ്സ് ബലേബ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബ്രൈറ്റൺ ബലേബനെ ഈ സമ്മറിൽ സെല്ല് ചെയ്യില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് അടുത്ത ടാർഗറ്റ്സ്? വെൽ, പ്രീമിയർ ലീഗിൽ തന്നെ നോക്കുവാണെങ്കിൽ ക്രിസ്റ്റൽ പാലസിൽ നിന്ന് ആഡം വാട്ടൻ ഉണ്ട്. ബലേബനെ പോലെ വാട്ടനും 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആൻഡ് ബലേബന്റെ സിമിലർ ക്വാളിറ്റീസ് ആണ് വാട്ടനും ഉള്ളത്. ഇനി പ്രീമിയർ ലീഗിനെ പുറത്ത് നോക്കിയാൽ അമോറിന് നല്ലോണം അറിയാവുന്ന ഒരു പ്ലെയർ ഉണ്ട്, സ്പോർട്ടിംഗ് ലിസ്ബണിലെ മോർട്ടൻ ഹോയിൽമണ്ട്. അമോറിന്റെ അടിയിൽ കളിച്ച് ഹോയിൽമണ്ടിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഇൻ കേസ് യുണൈറ്റഡ് ഹോയിൽമണ്ടിനെ സൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ടീമിലേക്ക് ഈസി ആയിട്ട് ഹോയിൽമണ്ടിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും അല്ലാണ്ട് സിറ്റിയിൽ കളിക്കണ ലൂസിയൻ ഒഗോമേനെ യുണൈറ്റഡ് നോക്കണ്ട് എന്നുള്ളൊരു ന്യൂസും ഉണ്ട്. വാട്ടനെയും ഹോയിൽമണ്ടിനെയും വെച്ച് നോക്കുവാണെങ്കിൽ ഒഗോമയാണ് ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ. 30 മില്യന്റെ താഴെയുള്ള ഒരു എമൗണ്ടിൽ ഈസി ആയിട്ട് ഒഗോമേനെ യുണൈറ്റഡിന് സൈൻ ചെയ്യാൻ പറ്റും. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒഗോമേനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്കൊന്നും അറിയില്ല. ഇങ്ങനത്തെ പ്ലെയർ ഉണ്ടെന്ന് പോലും ഞാൻ ഇപ്പോഴാണ് അറിയണത്. സോ പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് കമന്റ്സ് ഒന്നും ഇല്ല. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ആർസണലായിട്ടുള്ള യുണൈറ്റഡിന്റെ ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ ഏറ്റവും ഫസ്റ്റ് ഗെയിമിൽ നിന്ന് നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ. ആൻഡ് നിങ്ങൾക്ക് യുണൈറ്റഡിന്റെ ഓവറോൾ പെർഫോമൻസിനെ കുറിച്ച് എന്താ തോന്നിയത് അത് കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ FPL ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇൻട്രസ്റ്റഡ് എന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്.